ഹലോ ഗുഡ് ടാഗ്. നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഒബ്ബാട്ടോ. ഒബ് ലൈക്ക് ദസ് പഠിച്ചപ്പം ദസ് ദാറ്റ് എന്നുള്ള മീനിങ്ങിൽ വരും. ഒബ് വരുമ്പം ഈഫ് അല്ലെങ്കിൽ വെദർ ഓർ നോട്ട് എന്നുള്ള മീനിങ്ങിൽ വരും. ഓക്കെ, അപ്പം സാറ്റ് വേർബ് നോക്കിക്കോ. സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് കോമ ഇടുക. സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് എന്തൊക്കെയാണ് ഹൗപ്സാറ്റ് എഴുതുക പ്ലസ് കോമ ഇട്ടിട്ട് ഒബ് എഴുതുക. ഒബ് വരുമ്പോൾ എന്താ വൈലൊക്കെ വരുന്ന പോലെ തന്നെ ദസൊക്കെ വരുമ്പോൾ നല്ല പോലെ തന്നെ വെർബ് ലാസ്റ്റ് പൊസിഷനിലേക്ക് പോകും കേട്ടോ. അതുപോലെ വി യൂസ് ഒബ് വെൻ വി ആർ നോട്ട് ഷുവർ ആർ അൺസെർട്ടൻ അബൌട്ട് തിങ്സ് അല്ലെങ്കിൽ വി ഹാവ് മോർ ഓപ്ഷൻസ് അങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മൾ ഒബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നോക്കിയോ. ഐ ഹാവ് നോ ഐഡിയ ഇഫ് ഹി ഈസ് കമ്മിങ് ഓർ നോട്ട്. ഓക്കെ, ഷുവർ അല്ലല്ലേ, വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ich habe keine Ahnung ob kommt. I don't know if it will rain today. Ich weiß nicht ob es heute regnen wird. കണ്ടോ, ഇഫ് ഇറ്റ് വിൽ എന്നുള്ള വിൽ എവിടെ പോയി, ലാസ്റ്റ് പൊസിഷനിലേക്ക് പോയി. അപ്പോൾ ich weiß nicht ob es heute regnen wird. And he's asking if he have to bring the milk. He's asking if he have to bring the milk. അപ്പം എങ്ങനെയാണ് ഒബ് വരുമ്പം വെർബ് ലാസ്റ്റ് പൊസിഷൻ പോകണം കേട്ടോ. അപ്പോൾ പോസ് ചെയ്ത് എഴുതുക. fragt ob den Milch bringen muss. അല്ലേ, ഹാവ് ടു എന്ന് പറയുന്ന മ്യൂസനാണ് അല്ലേ. അടുത്ത ഡു യു നോ ഇഫ് ഷീ സ്റ്റഡിങ് ഹിയർ. ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഡു യു നോ, അപ്പോൾ വെർബ് എവിടെ വരണം അത് ചെയ്തിക്കോ കേട്ടോ. അല്ലെങ്കിൽ ഡു യു നോ വെദർ ഷീ സ്റ്റഡിങ് ഹിയർ ഓർ നോട്ട്. വൈസ് ടു ഒപ്സി ഹിയർ സ്റ്റുഡിയേറ്റ് അല്ലേ. വിത്ത് കെന്നൻ എഴുതരുത്, കാരണം കെന്നൻ ആൾക്കാരെ അറിയുക എന്നുള്ള മീനിങ്ങിലാണ്. ടു നോ പീപ്പിൾ ആണ് കെന്നൻ. വിസൻ എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ് തിങ്സ്, ബാക്കി എന്ത് വന്നാലും. ഓക്കെ, അടുത്ത ഷീ ആസ്ക്ഡ് മീ ഇഫ് ഐ ക്യാൻ സ്പീക്ക് ജർമ്മൻ അല്ല. ഇഫ് ഷീ ആസ്ക്ഡ് മീ വെദർ ഐ സ്പീക്ക് ജർമ്മൻ ഓർ നോട്ട്. ഇതിക്കോ ഉണ്ടോ, ആസ്റ്റ് മീ പാസ്റ്റ് ടെൻസ് ആണല്ലോ. അപ്പം ഹാറ്റ് മിഷ് കെഫ്രാക്ട് അല്ലെങ്കിൽ ഫ്രാക്ട് പ്രൊട്ടേറ്റീവ് ഫോമിൽ വേണം എഴുതാൻ. ഓക്കെ, ob ich Deutsch sprechen kann. അടുത്ത ഐ ഡോണ്ട് നോ ഇഫ് ഐ ഷുഡ് ടേക്ക് എ ബസ് ഓർ എ ട്രെയിൻ. നമുക്കൊരു ചോയ്സ് ഉണ്ട് അല്ലേ. Ich weiß nicht ob ich einen Bus oder einen Zug nehmen soll. She can ask me if she wants to buy it. പോസ് ചെയ്യുക, എഴുതുക. Sie kann mich fragen ob sie es kaufen will. We don't believe if you can come here without your brother. പോസ് ചെയ്യുക, എഴുതുക കേട്ടോ. Wir glauben nicht ob du hier ohne deinen Bruder kommen kannst. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഒബ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ യൂസേജ്, വെർബ് എവിടെ പോകണം, അതെവിടെയാണ് യൂസ് ചെയ്യുന്ന ഒരു ഐഡിയ മാത്രം നിങ്ങൾക്ക് ഉണ്ടായാൽ മാത്രം മതി. അത് പിന്നെ യൂസ് ചെയ്യാനുള്ള ടെക്നിക്ക് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ചൂസ്.